എപ്പോഴും നോക്കിയാലും ഈ ചേട്ടൻ കല്യാണം എല്ലാവരും കല്യാണത്തിന്റെ കാര്യം പറയുമ്പോ കുറച്ച് നാൾ ഉണ്ടാവും ഇപ്പില്ല, കുറച്ച് നാൾ കഴിഞ്ഞ് ഉണ്ടാവും. ഒരു പെട്ടെന്ന് തന്നെ 2025 വരനൊന്നും ഞാൻ ഇപ്പൊ പറയില്ല. ഡേറ്റ് ഒന്നും ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല. അതൊക്കെ വഴിയിലറിയാം. നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാനില്ല. ഞാൻ അല്ല അല്ല, നിങ്ങൾ ഇനി അടുത്ത് പറയും മറ്റേ പേര്. അത് നിങ്ങൾ പറയാൻ വേണ്ട. ആ പേര് ഞാൻ അത്ര ആഗ്രഹിക്കുന്നില്ല പറയാനും കേൾക്കാനൊന്നും. ഓക്കെ, കല്യാണം കുറച്ച് നാൾ കഴിഞ്ഞുണ്ടാവും. ഉണ്ടാവട്ടെ, പെട്ടെന്ന് തന്നെ അല്ലേ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വീഡിയോ വയ്ക്കാൻ ആഗ്രഹമുണ്ട്. അത് നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ അറിയിക്കും നിങ്ങളൊക്കെ വരണം എന്റെ വീട്ടിലേക്ക്. ഓക്കെ, പക്ഷെ ഇത്ര നേരത്തെ കല്യാണം കഴിക്കാൻ എടുത്ത തീരുമാനം തെറ്റായോ? നിങ്ങളെ കുറച്ച് കിട്ടേണ്ട കണ്ടന്റ് അതിന് വേണ്ടിട്ട് പറയാന്ന്. ആള് ബിസിനസ്സാ. അത് ഓൾറെഡി ഉള്ളതാ. ബിഗ് ബോസിന് പോകുന്നതിന് മുമ്പ് പ്രണയമാണോ അതിന് ശേഷം? ബിഗ് ബോസിന് പോണ മുമ്പുള്ളതാണ്. ആണല്ലേ? അതെന്താ? അല്ലല്ലേ, തള്ളില്ല. ഞാൻ തള്ളെന്ന് തോന്നുന്നത്. അത് പറയാൻ പറ്റില്ല. ഇതിന്റെ കൂടി പക്ഷെ വളരുന്ന എത്ര വർഷത്തെ പ്രണയാന്ന്. അതെ, ബിഗ് ബോസ് സീസൺ 7 തുടങ്ങാൻ പോകില്ല. അപ്പൊ മത്സരാർത്ഥികൾക്ക് എന്താണ് എന്തെങ്കിലും ഒരു അഡ്വൈസ് കൊടുക്കാനുള്ളത്? കുറച്ച് അഭിനയിച്ച് നിൽക്കാം, അതായിരിക്കും നല്ലത്. പ്രഡിക്ഷൻ എന്തെങ്കിലും ഉണ്ടോ ആരെങ്കിലും? ചേട്ടനൊക്കെ വരുന്നുണ്ടെന്നൊക്കെ ഞാൻ മറ്റേ അൻസിഫ് എന്ന് പറഞ്ഞ കുട്ടി പറയാൻ കേട്ടു. എനിക്ക് സത്യത്തിൽ അറിയില്ല ആരൊക്കെ വരുന്നത്. എന്തായാലും കുറച്ച് അഭിനയിച്ച് നിൽക്കായിരിക്കും നല്ലത്. നിന്നിട്ട് കാര്യമില്ല. എന്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയാട്ടോ, ഞാൻ റിയൽ ആയിട്ട് നിന്നോണ്ട് ഞാൻ എങ്ങനെയാ കുറച്ച് ഫേക്ക് ആവണം ഉറപ്പായിട്ടും. ഞാൻ ചേട്ടന് ഗൂഗിൾ പേ ചെയ്ത് തരാന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. എങ്ങനെയാ സത്യത്തിൽ കൂടിയോ? അതെ, ബിഗ് ബോസ് അണ്ണൻ വെച്ചിട്ടുണ്ടാവും. പക്ഷെ എന്താ കാരണം എക്സ്ക്യൂസ് മീ, ഇപ്പൊ വന്ന് മേക്കപ്പ് ചെയ്ത നേരത്തെ നിങ്ങൾ എന്നെ കണ്ടില്ലേ? അല്ലേ? ചേട്ടൻ അറിയാം, ചേട്ടന് ഞാൻ കാണുന്ന പോലെ കാണുന്നുണ്ട്. ഗൂഗിൾ പേ ചെയ്യാന്ന്, ട്രാൻസ്ഫർ ചെയ്യാന്ന്. എവിടെ ഫുഡൊന്നുമില്ല ഏട്ടാ. നമ്മള് പ്രണയാണോ? അതാണ് ആ ചേട്ടൻ അറിയണ്ടേ. പ്രണയാണോ സന്തോഷമാണോ എന്നുള്ളത്. ചിലപ്പോ പാർട്ട്ണർ തരുന്ന സന്തോഷമായിരിക്കും. അതെ, നിങ്ങൾക്ക് വൈഫ് ഉണ്ടാവുമ്പോ വൈഫ് തരുന്ന സന്തോഷം നിങ്ങളുടെ മുഖത്തൊക്കെ ബ്ലഷ് ചെയ്യില്ല. അതുപോലെ തന്നെ അപ്പൊ ചേട്ടന് സന്തോഷമില്ലേ? അത്ര സന്തോഷമില്ല ആൾക്ക്. ഭയങ്കര സന്തോഷമാണ്. അപ്പോ കല്യാണത്തിന് വിളിക്കും. അതിന് മുമ്പ് എന്റെ വീടിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ എല്ലാവരും വരണം. ഇപ്പൊ തന്നെ ക്ഷണിക്കാണ്. ഓക്കെ, പാലുകാച്ചലിനെ വിളിച്ചാൽ ഹോം ടൂർ എടുക്കാം. എന്റെ ഹോം ടൂർ ഞാൻ അത് യൂട്യൂബിൽ മതി. വീടിന്റെ എങ്ങനെയാ എല്ലാ പ്ലാനും നന്ദനയുടെ ഒരു ഇഷ്ടത്തിനാണോ അതോ വീട് മേടിക്കാനുള്ള പ്ലാനാണ്? എന്നിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ സാധനങ്ങളൊക്കെ ചെയ്യാനുള്ള പ്ലാനാണ്. സ്ഥലം എവിടെ തീരുമാനിച്ചിരിക്കുന്നത്? ഇല്ല, നമ്മൾ നോക്കി തുടങ്ങിയിട്ടുള്ളൂ. എറണാകുളത്തേക്ക് വരുന്നുണ്ടോ? ഇല്ല, തൃശ്ശൂർ തന്നെ. അമ്മൂമ്മി എല്ലാവരും തൃശ്ശൂർ. അപ്പോൾ പിന്നെ നമ്മൾ തൃശ്ശൂർ തന്നെ സെറ്റിൽ ആവാൻ വെച്ചു. എറണാകുളത്തേക്ക് വരാൻ ഇടയ്ക്കൊക്കെ പിന്നെ ഫുൾ ടൈം എറണാകുളത്ത് നിന്ന് കഴിഞ്ഞാൽ എല്ലാവരും പറയണത് എറണാകുളത്ത് സെറ്റിൽ ആവാനാണ്. പക്ഷേ നമുക്ക് മെട്രോ ഉണ്ട്, കുറെ ഹോസ്പിറ്റൽസ് ഉണ്ട്. അതിൻ്റെ അവിടെ ഉണ്ട്, ഞങ്ങളുടെ അവിടെ ഉണ്ട്. ജില്ലാ ആശുപത്രി ഉണ്ട്, മെഡിക്കൽ കോളേജ് ഉണ്ട്. ഞങ്ങൾക്ക് ഈ പേരെടുത്ത് പറയണം. മെട്രോ ഇല്ലല്ലോ. സുരേഷ് ഏട്ടൻ പറഞ്ഞത് എന്തായാലും വരും. നല്ല മദ്യസമാധാനം. സുരേഷ് ഏട്ടനാണോ? ഞാൻ ബിഗ് ബോസിലായിരുന്നു. ഞാൻ കഴിഞ്ഞതിന് മുമ്പത്തെ പ്രാവശ്യം സുരേഷ് ഏട്ടനായിരുന്നു വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ 18 വയസ്സായി, 19 വോട്ട് ചെയ്ത ആൾക്കായിരുന്നു. ഇയാളെ വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് ആളെ ഇഷ്ടമാണ്. മെട്രോ വരട്ടെ, സന്തോഷം. ഞങ്ങൾ തൃശ്ശൂർക്കാർക്ക് സന്തോഷമായ നിമിഷമല്ലേ മെട്രോ വന്നോ അല്ലേ? കഴിഞ്ഞ ചേട്ടാ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞു. അടുത്തത് പറയൂ. ഓ അതെ, പിന്നെ എന്തിനാ പറഞ്ഞ എറണാകുളത്തേക്ക് വീട് പറഞ്ഞല്ലേ? കണ്ട ചേട്ടനെ കണ്ടുപിടിക്കല്ലായിരുന്നു നിങ്ങൾ. പോട്ടെ, തലാട്ടുന്നു നിങ്ങളെ ഞാൻ കാണാണ്ട്. അതെ, എന്റെ ഇന്റർവ്യൂ കഴിഞ്ഞോ? താങ്ക് യു. എടുത്തെന്താ എനിക്ക് ഓ എന്താ ബാക്കിൽ നിൽക്കണം ഇപ്പം. എല്ലാവർക്കും സുഖമായിരിക്കണോ? എപ്പോ എത്തി നിങ്ങളൊക്കെ? കുറച്ചേരം. എല്ലാവരും ക്ഷീണിച്ചല്ലോ. നിങ്ങളുടെ ഓട്ടത്തിലാണോ? ഓട്ടായോണ്ടാണോ എല്ലാവരും ക്ഷീണിച്ചാണ്? ഓട്ടത്തിലാണ്. ഭയങ്കരമായിട്ട് ക്ഷീണിച്ച എല്ലാവരും കേട്ടോ. ഭംഗിയൊക്കെ പോയി. ആ മൈക്കൊക്കെ ഓണാക്കി തരുന്നുണ്ട് ചേട്ടൻ. ചേട്ടനല്ലേ വീഴാൻ പോയി? ആരുടെയോ പരിപാടിക്ക് പോയിപ്പോ? അതെ, സാരി ചവിട്ടിട്ടല്ലേ? സാരി ചവിട്ടിട്ടാ തന്നെ. ഭക്ഷണം കഴിച്ചോ?